നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ നടന്ന ദേശീയ പണിമുടക്ക് പൂർണ്ണം. നഗരവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും നിശ്ചലമായി. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC, സ്വകാര്യ ബസ്സുകൾ, ഓട്ടോ ടാക്സികൾ എന്നിവ നിരത്തിലിറങ്ങിയില്ല. അവശ്യ സർവീസുകളെ ഒഴിവാക്കിയിരുന്നെങ്കിലും വ്യാപാര ഗതാഗത മേഖലകൾ പൂർണ്ണമായും സ്തംഭിച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ചെറുതുരുത്തി പൈങ്കുളം റോഡിലെ സുപ്രീം ഏജൻസിയിൽ ഷട്ടറിന്റെ പൂട്ടുപൊളിച്ച് വൻ കവർച്ച. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വിലപിടിപ്പുള്ള നിലവിളക്കുകളും മറ്റു ഉപകരണങ്ങളും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നു. തെളിവ് നശിപ്പിക്കുന്നതിനായി CCTV, DVR ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും മോഷ്ടാക്കൾ കൊണ്ടുപോയി. കട്ടർ ഉപയോഗിച്ച് പൂട്ടുപൊളിക്കുമ്പോൾ പുറത്തറിയാതിരിക്കാൻ പൈപ്പ് ചാക്കുകൾ കൊണ്ട് മറച്ചുവെച്ചാണ് മോഷണം നടത്തിയത്. ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുല്ലാനിക്കാട് പുന്നമ്പറമ്പ് റോഡ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുതൽ പുന്നമ്പറമ്പ് വരെയുള്ള 5.26 കിലോമീറ്റർ ദൂരമാണ് BMNBC നിലവാരത്തിൽ തുറന്നുകൊടുത്തത്. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ 7.34 കോടി രൂപ ഉപയോഗിച്ച് അത്യാധുനിക രീതിയിലായിരുന്നു നിർമ്മാണം. 16 കലുങ്കുകളും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയാണ് റോഡ് തുറന്നു നൽകിയത്. എരുമപ്പെട്ടി മങ്ങാട് വടക്കുമുറിയിൽ കുടുംബത്തിന് നേരെ തേനീച്ചയുടെ കൂട്ട ആക്രമണം. മൂത്താട്ടുപറമ്പിൽ വീട്ടിൽ കുട്ടൻ, മക്കളായ ഹരിദാസൻ, പ്രിൻസി, ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. സമീപത്തെ ക്വാറിയിലെ തേനീച്ചക്കൂട് പരുന്തു കൊത്തിയിളക്കിയതോടെയാണ് ആക്രമണമുണ്ടായത്. മുച്ചക്രവാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഭിന്നശേഷിക്കാരനായ ഹരിദാസനെ തേനീച്ചകൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ഹരിദാസനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റ് കുടുംബാംഗങ്ങൾക്കും കുത്തേറ്റത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.